പ്രിയ മിത്രങ്ങൾക്ക് നമസ്കാരം. ഇന്നത്തെ പുതിയ കഥയിലേക്ക് കടക്കാം. എന്റെ പേര് പ്രസാദ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റിൽ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി. അങ്ങനെ ഞാനും അമ്മുമ്മയും മാത്രമായി വീട്ടിൽ. വല്ലപ്പോഴും ആരെങ്കിലും ബന്ധുക്കൾ വന്നാലായി. ഒരു വലിയ തറവാട്ടിൽ ഞാനും അമ്മുമ്മയും മാത്രം. ഞങ്ങളുടേതൊരു പട്ടിക്കാട് ഏരിയയാണ്. അടുത്തെങ്ങും ഒറ്റ വീട് പോലും ഇല്ല. 1/2 കിലോമീറ്റർ അകലെയാണ് ഒരു വീടുള്ളത്. അവിടെയാണ് ശ്യാമച്ചേച്ചിയുടെ വീട്. ആദ്യമായി ഒരു പെണ്ണിനോട് അടുത്തിടപഴകുന്നത് തന്നെ ഞാൻ അവിടെ നിന്നാണ്. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എനിക്കിപ്പോ 18 വയസ്സ് കഴിഞ്ഞു. 22ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് പോയതാണ് ചേച്ചി. പിന്നെ കാണുന്നത് കുറച്ചു ദിവസം മുന്നെയാ, അമ്പലത്തിൽ വെച്ച്. കുറെ വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടലായിരുന്നു അത്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. അമ്മുമ്മയാണെങ്കിൽ ചേച്ചിയുടെ അമ്മയുമായി സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. അച്ഛനും അമ്മയും പോയതിനു ശേഷം ഞാൻ കൂടുതലായി സംസാരിക്കുന്നത് അമ്മുമ്മയോടും ശ്യാമച്ചേച്ചിയോടും ആയിരുന്നു. ചേച്ചി പോയപ്പോ അതും അങ്ങ് നിന്നു. പിന്നെ ഇപ്പോഴാ മിണ്ടുന്നത്. വീട്ടിലെത്തിയപ്പോ അമ്മുമ്മ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ചേച്ചി ഇപ്പോ ഡൈവോഴ്സായിട്ട് നിൽക്കുകയാണ്. കെട്ടിയവൻ ചേച്ചിയെ ഉപേക്ഷിച്ചു പോയി. കാരണം ചേച്ചിക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല, അതാണ് കാരണം. ചേച്ചി ടീച്ചറാണ്. നാട്ടിലെ സ്കൂളിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു. അവിടെ നിന്നും എന്റെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഇതുവരെയും എനിക്ക് ചേച്ചിയോട് മറ്റൊരു രീതിയിലും ഒരു തോന്നലും ഉണ്ടായിട്ടില്ല. ചേച്ചിയോട് മാത്രമല്ല, ആരോടും. കൂട്ടുകാർ ഓരോരോ വൃത്തികെട്ട വീഡിയോകൾ കാണുമ്പോഴും പെണ്ണുങ്ങളെ നോക്കി കമന്റ് പറയുമ്പോഴും എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഒറ്റയ്ക്കിരിക്കാനായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വലിയ വിലയൊന്നുമില്ലായിരുന്നു. മൊബൈലില്ല. ബാക്കി അപ്പൊ ഞാൻ പറയണ്ടല്ലോ എന്റെ കാര്യം. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവാനാണ് എന്റെ ആഗ്രഹം. എങ്ങനെയെന്നൊരു പിടിയുമില്ല. കൂടെ പഠിച്ചവർ പല വഴിക്ക് പോയി. എന്തായാലും 1 വർഷം നഷ്ടമാകും. അമ്മുമ്മയുടെ ഇടപെടൽ എല്ലാം മാറ്റിമറിച്ചു കളഞ്ഞു. ശ്യാമച്ചേച്ചിയുടെ അമ്മയോട് അമ്മുമ്മ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ചേച്ചി എന്നെ വന്നു കണ്ടു. പലതിനും തുടക്കം കുറിച്ചു. ചേച്ചി എന്നെ ഒന്ന് ബോൾഡാക്കാനുള്ള ശ്രമം തുടങ്ങി. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒന്നെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ ഇവിടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചേച്ചി എനിക്ക് ഒരു പഴയ ഫോൺ തന്നിരുന്നു. സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് ഇവയെല്ലാം ഞാൻ എടുത്തു. ചാറ്റിംഗ് ചേച്ചിയോട് മാത്രം, വേറെ ആരുടെയും നമ്പരില്ല. ഞങ്ങൾക്കിടെ ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു. എന്നാൽ അതിര് വിട്ടൊന്നും എനിക്ക് ചേച്ചിയോട് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ ചേച്ചി എന്നോട് ഇപ്പോ വരാം, കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയി. അലക്കും കുളിയും അത് തന്നെ, അല്ലാതെന്തുവാ. ഞാൻ അവിടെ ഇരുന്നു. ചേച്ചിയുടെ അമ്മ അടുക്കളയിൽ ജോലിയിലാണ്. ഞാൻ മേശപ്പുറത്തിരുന്ന ചേച്ചിയുടെ ഫോൺ ഒന്ന് നോക്കി. അത് ലോക്കല്ല. ഞാൻ അതെടുത്ത് നോക്കി. ഗ്യാലറിയിൽ എന്റെയും ചേച്ചിയുടെയും അമ്മയുടെയും പിന്നെ ഒരു ചേച്ചിയുടെയും ഫോട്ടോ മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെ കുറെ പാട്ടുകളും ഉണ്ട്. അങ്ങനെ ഞാൻ വാട്സപ്പ് ഒന്ന് ഓണാക്കി നോക്കി. കുറച്ച് ചാറ്റുകൾ മാത്രം. സ്കൂൾ ഗ്രൂപ്പും ഞാനും പിന്നെ 2 ചേച്ചിമാരും. അത് ശ്യാമച്ചേച്ചിയുടെ കൂട്ടുകാരികളാണ്. ചുമ്മാതെ അതിലൊരു ചേച്ചിയുടെ ചാറ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി. മിക്കതും ഓഡിയോ ആണ്. അതിൽ എൻ്റെ ഒരു ഫോട്ടോയും കണ്ടു. അവിടെ നിന്നും ചേച്ചിയോടുള്ള എന്റെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി. ഞാനാണ് ഫോട്ടോയുടെ അടിയിലുള്ള ഓഡിയോ പ്ലേ ചെയ്തു. അതിങ്ങനായിരുന്നു: ചെറുക്കം കൊള്ളാലോടി, നിനക്കിവനെ വെച്ച് സുഖിച്ചൂടെ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരും സംശയിക്കില്ല. ഞാനാകെ വല്ലാണ്ടായി. ഞാൻ ചേച്ചിയുടെ കുറെ മെസ്സേജ് കേട്ടു. പഴയത്, കുറെ ചേച്ചിയുടെ ഡൈവേഴ്സ് പ്രശ്നങ്ങൾ, കരച്ചിലുകൾ. പിന്നെ അങ്ങോട്ട് മൊത്തം ഞാനാണ്. ചേച്ചിയുടെ റിപ്ലൈ അതാണ് എനിക്കും അറിയേണ്ടത്. അത് കിട്ടി. ചേച്ചിക്ക് അതിന് താല്പര്യം ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആകെ വിയർത്ത് വീട്ടിലേക്ക് ഓടിപ്പോയി. ചേച്ചി കുറച്ചു കഴിഞ്ഞ് വിളിച്ചു. ഉറക്കം വരുന്നെന്ന് ഞാനൊരു കള്ളം അങ്ങ് പറഞ്ഞു. എന്റെ ചിന്ത മൊത്തം അതായിരുന്നു. ഞാൻ അപ്പോഴാണ് ഓർത്തത്, ആ ഓഡിയോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചേച്ചിയുടെ പല പ്രവൃത്തികളും ചേച്ചി എന്നിലൂടെ ആസ്വദിച്ചുവെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ചേച്ചിയോട് ഞാൻ ഒഴിഞ്ഞു നിന്നു. 2 ദിവസം കഴിഞ്ഞ് ചേച്ചി വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. പെട്ടെന്ന് അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഞാൻ അവിടെ ചെന്നപ്പോ മുൻപിൽ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്. അകത്താരോ ഉണ്ട്. ഞാൻ അകത്ത് കയറി. ചേച്ചിയുടെ ഫോണിൽ കണ്ട അതേ പുള്ളിക്കാരി. ഫ്രണ്ടാണ്, ചേച്ചി പറഞ്ഞു. ഞാനൊന്ന് മൂളി ചിരിച്ചു. പേര് കവിത. എന്റെ ഉള്ളിൽ ഒരു മിന്നലടിച്ചു. വല്ലാത്തൊരു ടെൻഷൻ. അമ്മയെ നോക്കിയപ്പോ അമ്മ എവിടെയോ പോകാനുള്ള തിരക്കിലാണ്. കവിത ചേച്ചി എന്നെ പിടിച്ചടുത്തിരുത്തി. തോളിലൂടെ കൈയിട്ട് കവിളിൽ പിടിച്ച് ക്യൂട്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞു. എന്റെ മനസ്സ് മൊത്തം പോയി കിടക്കുമായിരുന്നു.
ഡാ ചെറുക്ക എന്നുള്ള വിളിയിൽ ഞാൻ ഞെട്ടി. അപ്പോഴാണ് കവിത ചേച്ചിയുടെ ഒരു അർത്ഥം വെച്ചുള്ള ഒരു ചോദ്യം. എടി ശ്യാമേ, നീ ഇവനെ എനിക്ക് തരാമോ എന്ന്. അയ്യടി മോളെ, ഇവൻ എന്റെയാ, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് തരാമെന്ന്. ആ അത് മതി, പെട്ടെന്ന് വേണം എന്ന് കവിത ചേച്ചിയുടെ ഉത്തരം. ഒരു പയ്യന് കിട്ടാവുന്ന നിമിഷങ്ങൾ തരാൻ 2 പേര്. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനും. അമ്മ അപ്പോഴേക്കും ഇറങ്ങി പോകുക എന്ന് പറഞ്ഞ് കുടയുമായി പുറത്തേക്ക് ഇറങ്ങി. ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ശ്യാമേ, നീ അവനോടൊപ്പം പോണേ എന്ന് അമ്മ പറഞ്ഞു. വേഗം ഇറങ്ങി. കവിത ചേച്ചി അമ്മയെ സ്റ്റാൻഡിലാക്കാമെന്ന് പറഞ്ഞു. അവർ പോയി. പോകുമ്പോൾ ചേച്ചി ശ്യാമ ചേച്ചിയുടെ കയ്യിലൊന്ന് നുള്ളിയിട്ട് ബെസ്റ്റ് ടൈമാണ് മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ശ്യാമ ചേച്ചി അകത്തേക്ക് കയറി. അന്തരീക്ഷം മൊത്തം ഇരുട്ട് കയറി. എന്റെ ഉള്ളും. ചേച്ചി വാതിൽ കുറ്റിയിട്ട് എനിക്കെതിരെ തിരിഞ്ഞു. ഒരു കുറ്റവാളിയെ പോലെ ഞാൻ ചേച്ചിയുടെ മുൻപിൽ തല കുനിച്ചു നിന്നു. ചേച്ചിയുടെ ഒരു ചോദ്യം, എന്താ നിന്റെ പ്രശ്നം? ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു. ഞാനൊന്ന് ഞെട്ടി. അത് അത് ഞാൻ നിന്ന് വിക്കി. എടാ മോനെ, നീ കാര്യം പറ. ചേച്ചി ടീച്ചർ കുട്ടിയോട് കയർക്കുന്നത് പോലെ ശബ്ദം മാറി. ഞാൻ രണ്ടും കൽപ്പിച്ച് കാര്യം പറഞ്ഞു. ഞാൻ സോഫയിൽ ചാരിയിരുന്നു. ചേച്ചി ഒരു ഷോക്കായതുപോലെ തോന്നി. എനിക്ക് പേടിയാ ചേച്ചി, എനിക്കൊന്നും അറിയില്ല, എന്താ പറയേണ്ടതും ചെയ്യേണ്ടതും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ചേച്ചിക്ക് ഒരു ആശ്വാസം ആയ പോലെ തോന്നി. ചേച്ചിയുടെ മുഖം മാറി സമാധാനത്തിന്റെ ഒരു ദീർഘനിശ്വാസം. ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പാണെന്ന് തോന്നുന്നു. നീ പേടിക്കണ്ട, ഇതിപ്പോ നമ്മൾ 3 പേരെ അറിഞ്ഞിട്ടുള്ളൂ, ഇനി അറിയാനും പോകുന്നുള്ളൂ. ഞാനൊന്ന് മുഖമുയർത്തി. ചേച്ചി മറുപടി പറഞ്ഞു. 3 പേരിൽ മൂന്നാമൻ ആരെന്നുള്ള എന്റെ ഉള്ളിലുള്ള ചോദ്യത്തിന് ഉത്തരവാണെന്ന് അതെനിക്ക് മനസ്സിലായി. എന്റെ ശ്വാസം ഒന്ന് നേരെയായി. ചേച്ചി അത് മുതലെടുക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ മാറി, തൊടലും തലോടലും കൂടി. ഞാൻ പോലും അറിയാതെ എന്റെ നിക്കറിനുള്ളിൽ ഒരു വീർപ്പുമുട്ടൽ. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. ഞാൻ പതിയെ അത് ആസ്വദിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയെന്നോണം ചേച്ചി പറഞ്ഞു, മോനെ, നീ പ്രായപൂർത്തിയായ ഒരു പയ്യനാ, നീ കുഞ്ഞൊന്നും അല്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെനിക്ക് അറിയില്ല ചേച്ചി. ചിലപ്പോൾ വീഡിയോ ഒക്കെ ഫ്രണ്ട്സ് കാണിക്കുമ്പോൾ ഇടം കണ്ണിട്ട് നോക്കിയിട്ടുണ്ട്, വല്ലാത്ത ഒരു കൗതുകത്തിൽ. എനിക്ക് പേടിയാണ് ഇങ്ങനുള്ളത്, ബാക്കിയുള്ളവർ എന്തു വിചാരിക്കും എന്ന്. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ പോയി നല്ലതുപോലെ ഒന്ന് ഉറങ്ങ. നിന്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോ. ഒരു 4:30-5 മണിയാകുമ്പോൾ വന്നെടുക്ക്. അതും പറഞ്ഞ് ചേച്ചി എന്റെ കവളിൽ ഒരു ഉമ്മ തന്നു. ഒരു കുളിര് കോരി. ആദ്യ ചുംബനം. ഞാൻ വീട്ടിലെത്തി. എല്ലാം കൂടുതൽ അറിയാനുള്ള ഉത്സാഹവും കൊണ്ട് ഞാൻ എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. ഒരു 5:30 ആയപ്പോ കണ്ണു തുറന്നു. കുളിച്ച് ഫ്രഷായി ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ഫോൺ എനിക്ക് നേരെ വെച്ച് തന്നിട്ട് പൊയ്ക്കോ എന്ന് ആംഗ്യം കാണിച്ചു. ചേച്ചി ഫോണിൽ സംസാരിക്കുമായിരുന്നു. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. വീട്ടിലെത്തി ഞാൻ ബെഡിൽ കയറി കിടന്നു. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കി. പിന്നെ അവസാനം ഇല്ലാത്ത തിരച്ചിൽ. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. ചേച്ചിയാണ് ഫോണിൽ. കുറച്ച് വീഡിയോ ഉണ്ട്, ഒന്ന് നോക്കിക്കോ എന്ന്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഗ്യാലറിയിൽ നിറയെ വീഡിയോ. ഞാൻ വീഡിയോ കാണാൻ തുടങ്ങി. കണ്ടപ്പോൾ തന്നെ എനിക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ അവനെ സ്വതന്ത്രനാക്കാൻ തീരുമാനിച്ചു. വീഡിയോയിൽ മുഴുകി നിന്നു. പെട്ടെന്നൊരു വാട്സപ്പ് മെസ്സേജ്. ഞാൻ ഓപ്പൺ ആക്കി. നമ്പറാണ്. വീഡിയോ കണ്ടിരുന്ന് സൂഹിക്കുവാണല്ലേ എന്ന് പറഞ്ഞൊരു സ്മൈലി ഇമോജി. ഞാനാ, കവിതയാ, അറിയുവോ? അടുത്ത മെസ്സേജ്. പിന്നെ കുറെ PDF അയച്ചു തന്നു. എൻജോയ് ചെയ്യടാ മോനെ എന്ന് പറഞ്ഞ് പോയി. ഒരെണ്ണം ഓപ്പൺ ആക്കി. കഥയാണ്. പിന്നെ അതിലായി എന്റെ ചിന്തകളും നോട്ടവും. ഓരോന്നായി ഞാൻ വായിച്ചു. എല്ലാം ഒരു തുടക്കക്കാരന്റെ അനുഭവങ്ങൾ. അവർ 2 പേരും എന്നെ വികാരത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇനി കിടന്നാൽ ശരിയാകില്ല എന്നോർത്ത് ഒന്നുകൂടെ കുളിച്ച് ഞാൻ കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വാതിലടയ്ക്കാൻ നേരം അമ്മുമ്മ തടഞ്ഞു. അവള് വന്നില്ലെന്ന്. പറഞ്ഞു തീർന്നതും ശ്യാമച്ചേച്ചി മുമ്പിൽ നിൽക്കുന്നു. അപ്പോഴാണ് ഓർത്തത് ചേച്ചിയുടെ അമ്മ അവനോടൊപ്പം പോണേന്ന് പറഞ്ഞതിന്റെ കാരണം. അപ്പൊ ചേച്ചി ഇന്ന് ഇവിടെയാണ് കിടക്കുന്നതല്ലേ? പ്രാക്ടിക്കൽ ഇന്ന് തുടങ്ങുമെന്ന് ഉറപ്പായി. ഞാൻ ആകെ ഹാപ്പിയായി. മോനെ, ചേച്ചിക്ക് റൂം കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് അമ്മുമ്മ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ വാതിലടച്ചു. ഞങ്ങൾ സെറ്റിയിലിരുന്ന് 2 പേർക്കും ഇടയിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ആ കഥയും വീഡിയോസും എന്റെ സിരകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഞാൻ തന്നെ തുടക്കമിട്ടു. ചേച്ചിക്ക് മുകളിലാണ് മുറി, അങ്ങോട്ടേക്ക് പോയാലോ? ചേച്ചി ഒന്ന് മൂളി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി.
ചേച്ചിയുടെ പിന്നാലെ ഞാനും പോയി. ആദ്യമായി ഞാനൊരു പെണ്ണിന്റെ അഴക് നേരിട്ട് ആസ്വദിച്ചു. അപാര സ്ട്രക്ചർ, ആ ഇറുകിയ ലെഗിൻസ്, ടോപ്പ്, ഇവ ചേച്ചിയെ സുന്ദരിയാക്കി. ചേച്ചിയുടെ ആ ബാക്ക് വശം എന്നെ മുകളിലേക്ക് ആനയിച്ചു. റൂമിലെത്തിയതും ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്തു. ചേച്ചി ഫോൺ എനിക്ക് നേരെ കാട്ടി. കവിത ചേച്ചിയാണ്. എന്താണെന്ന് അറിയാനുള്ള തിടുക്കമാണ് ആളിന്. ചേച്ചി സ്പീക്കറിലിട്ട് സംസാരിച്ചു. ആളിന് കൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പ്. കാൽ കട്ടാക്കി ചേച്ചി വാതിൽ ചാരി. അമ്മുമ്മ മുകളിലേക്ക് വരില്ലല്ലോ. എന്റെ നെഞ്ചെടുപ്പ് കൂടി. പെട്ടെന്നൊരു പേടിയും സന്തോഷവും. പെട്ടെന്നായിരുന്നു ഒരു ഇടിമിന്നൽ, പുറകെ മഴയരച്ചു വീണത്. പിന്നെ എല്ലാം യാന്ത്രികമായിരുന്നു. ചേച്ചി എല്ലാത്തിനും മുൻകൈ എടുത്തു. എന്നെ ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നു. ആദ്യത്തെ അനുഭവമായതിനാൽ എനിക്ക് എല്ലാത്തിനും ഒരു പേടിയും ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷെ എല്ലാം ചേച്ചി മാറ്റിത്തന്നു. ഞാനും അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. ഒടുവിൽ പുറത്തെന്ന പോലെ അകത്തും മഴ പെയ്തിറങ്ങി.